മുൻപ് ഞാൻ നിവിൻ പോളിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്യാതെ പോയ സിനിമകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ സിനിമയുടെ പേരായിരുന്നു. അത് ഞാൻ മറന്നുപോയതോ വിട്ടുപോയതോ ഒന്നുമല്ല, മറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. എനിക്ക് ആ കാലത്ത് നിവിൻ പോളി ഒരു ഫേവറേറ്റ് ആയിരുന്നു. ആക്ഷൻ സിനിമകൾ പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ പിന്നെ എന്താ വേണ്ടത്? അങ്ങനെ സിനിമയുടേതായി ആദ്യമായി പുറത്തിറങ്ങിയത് ഒരു ടീസർ ആയിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നായകന് തല്ലുകൊള്ളുന്നതും എന്നാൽ ഇതിലും ഡോസ് കൂടി ഒരെണ്ണം ഞാൻ തിരിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞ നായകൻ സ്ലോ മോഷനിൽ നടക്കുന്നതുമായിരുന്നു ആ ടീസർ. പിന്നെ ടീസറിലുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പടം ഇറങ്ങി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ മുന്നോട്ട് പോകും തോറും അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും ചില അപ്രിയ സത്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഈ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്നത്? ഈ സത്യത്തിന്റെ മുഖം എപ്പോഴും വിരൂപമായിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയായിരിക്കും എന്നൊരർത്ഥത്തിലുള്ള ചൊല്ല്. അപ്പോൾ ആ ഒരു ചൊല്ലിന് ഇവിടെയുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു നടൻ ആക്ഷൻ രംഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേസ് എക്സ്പ്രഷൻസ് കറക്റ്റാണ്, കൺവിൻസിംഗുമാണ്. ആ ഫൈറ്റ് സീൻ കിക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ബോഡി ലാംഗ്വേജും സെറ്റാണ്. എന്നാൽ ഇദ്ദേഹം ആ ഫൈറ്റ് രംഗത്തേക്ക് കടക്കുന്നതോടുകൂടി സംതിങ് ഇസ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ സംതിങ് ഇസ് ഡിസ്പ്രപ്പോർഷണൽ. നമ്മൾ മലയാളികൾ പണ്ടേ സിക്സ് പാക്ക് ഉള്ള നായകന്മാർ മാത്രം ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ശീലിച്ചവരൊന്നുമല്ല. സോ തടി ആയിരുന്നില്ല പ്രശ്നം, സംതിങ് എൽസ്. അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു ആസ്മാറ്റിക് ഫീലിംഗ്. പ്രത്യേകിച്ച് ഇത് നേരിടാൻ വേണ്ടത് എന്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ നായകന്റെ അച്ഛൻ നായകനെ കുട്ടിക്കാലത്ത് കരാട്ടെ പഠിപ്പിക്കുന്നതും കാണിച്ച് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ് കാണിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒരു കരാട്ടെ പഠിച്ചയാളുടെ ബോഡി ലാംഗ്വേജ് ആണോ നമ്മൾ കാണുന്നത്? ഇതേ നടൻ ഏതാണ്ട് ഇതേ ലുക്ക് വെച്ച് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. കിടിലനായിരുന്നു അത്. സോ ഇദ്ദേഹത്തിന്റെ പ്രശ്നമാണോ, ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത ആളുടെ പ്രശ്നമാണോ, അതോ അത് ക്യാപ്ചർ ചെയ്ത ആളുടെ പ്രശ്നമാണോ എന്നറിയില്ല. ഈ സിനിമയിലെ എല്ലാ ഫൈറ്റ് കാണുമ്പോഴും ഒരുതരം വീർപ്പ് മുട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ ഈ ഫൈറ്റ് രംഗങ്ങൾ അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കി നായകനെ കാണിച്ചുകൊണ്ടുള്ള എല്ലാ സ്ലോ മോഷൻ രംഗങ്ങളും കിടുവായിരുന്നു. അതിനോട് ഒത്തുവരുന്ന BGM നൈസായിരുന്നു. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു ഡിസപ്പോയിന്റിംഗ് കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നായകൻ ആദ്യം പാവമാണെന്ന് കാണിച്ചു, വില്ലൻ എത്ര ടെററാണെന്ന് കാണിച്ചു, വില്ലൻ നായകനെയും കുടുംബത്തെയും പല ആവർത്തി ഉപദ്രവിച്ചു. ഇനി ബാക്കിയുള്ളത് ഒരൊറ്റ കാര്യമാണ്, നായകന്റെ തിരിച്ചടി. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സീൻ വരുന്നത്. പെർഫെക്റ്റ് സെറ്റിംഗ്. എന്നാൽ ഇപ്പൊ അടിപൊട്ടുമെന്ന് വിചാരിക്കുമ്പോൾ കിടക്കണം, വില്ലന്മാരെല്ലാവരും ചേർന്ന് നായകനെ അടിച്ച് റൊട്ടിയാക്കി റെയിൽവേ ട്രാക്കിലേക്ക് എറിയുന്നു. ഇതും കടന്നു വേണം നമുക്ക് ഇന്റർവെൽ ബ്ലോക്കിലേക്ക് എത്താൻ. അവിടെ നായകന്റെ അനിയത്തി പഴയ ആൽബം മറിച്ചു നോക്കി ഇന്റർവെൽ ബ്ലോക്കിൽ തല്ലാൻ റെഡിയായി നിൽക്കുന്ന നായകന് ബിൽഡപ്പ് കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരൊറ്റ കാര്യമേ വരുള്ളൂ, എന്തിനാടാ കൊന്നിട്ട്, എന്തിനാടാ ഈ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട്? നമ്മളിപ്പോ ഫാൻസ് അല്ല, ഹേറ്റേഴ്സ് ആണ്.